അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഇതുവരെയുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അതിൻ്റെ എല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ബ്ലഡ് ബാങ്കിന്റെ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ മാത്രം എടുക്കാമെന്നാണ് വിളിച്ചത്. പക്ഷെ അങ്ങനെ എടുത്തപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഒരു 100-നടുത്ത് 100-നോട് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് PSC ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അതിലെല്ലാം വരും, നമ്മുടെ ഇൻക്ലൂഡിങ് ദ ബ്ലഡ് ഡോണർ സെലക്ഷൻ മുതൽ RH blood group, other blood group system, and the Coombs test and transfusion reactions, cross matching, blood component therapy, ഇതിന് എല്ലാ കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഞാൻ പറയില്ല, അത് കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ കംപ്ലീറ്റ് ഇല്ല, എന്നാലും ഒരു 80% നമ്മളിൽ കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ. ജസ്റ്റ് ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ശ്രമിക്കാം. എന്തായാലും നമ്മൾ നേരത്തെ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങളായതുകൊണ്ട് അധികം എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ പറഞ്ഞു പോകാം. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് ഫ്രം ദ റെഗുലേഷൻ ഓഫ് ദ ബ്ലഡ് ബാങ്ക് ആൻഡ് ദ ഡോണർ സെലക്ഷൻ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരിക്കൽ PSC ചോദിച്ച ചോദ്യമായിരുന്നു അത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും എൻ്റെ ആൻസർ പറയാൻ പറ്റുക? ഇന്ത്യയിൽ ആദ്യമായി ബ്ലഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയാണെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. എന്തെങ്കിലും GK അറിയാവുന്നവരാണെങ്കിൽ ഇപ്പോൾ അതിന്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, സി ഇസ് ദ കറക്റ്റ് ആൻസർ. കൽക്കട്ടയിലാണ് ആദ്യമായിട്ടുള്ള ബ്ലഡ് ബാങ്ക് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈസൻസ് ഓഫ് ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് ഈസ് വാലിഡ് ഫോർ. എത്ര വർഷത്തേക്കാണ് സാധാരണ ഒരു ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റിന്റെ വാലിഡിറ്റി കൊടുക്കുന്നതെന്നാണ്. 10 ആണോ, 5 ആണോ, 2 ആണോ, 6 വർഷമാണോ എന്നുള്ളത്. എന്തായിരിക്കും എൻ്റെ ആൻസർ പറയുക? സോ എന്തായിരിക്കും എൻ്റെ ആൻസർ? സെക്കൻഡ് ആൻസർ എന്തായിരിക്കാം? ഇവിടെ ഇത്രയും ചോയ്സ് ഉണ്ട്. ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഏതായിരിക്കാം? 10 ഇയർ ആണോ, 5 ഇയർ ആണോ, 2 ഇയർ ആണോ? എനിവൺ? ആരും ആൻസർ പറഞ്ഞ് കണ്ടില്ല. പ്രധാനമായിട്ടും ആൻസർ ചെയ്യുന്നത് 5 ഇയേഴ്സ് ആണ്. ഏതാണ് ആൻസർ? ബി, ചോയ്സ് നമ്പർ ബി ആണ് എൻ്റെ ആൻസർ കൃത്യമായിട്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് അവിടെ. അശ്വതി പറഞ്ഞാണ് കറക്റ്റ്. 5 ഇയേഴ്സ് ആണ് എൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ പറയുന്നത്. ഓക്കെ, and the third question, the minimum hemoglobin value required for an adult to accept as a donor. ഇതെല്ലാം PSCക്ക് മുമ്പ് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻസ് പറയാനില്ലേ, ഏത് പോസ്റ്റിലൊക്കെ നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. HBയുടെ നമ്മുടെ നോർമൽ ഹെൽത്തി അഡൽട്ടിന് ഒരു ഡോണറായി സെലക്ട് ചെയ്യണമെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ HB വാല്യൂ എത്രയായിരിക്കണം? ഓക്കെ, 12 ഗ്രാം ആണോ? ഓൾവേസ് ഇതിന്റെ യൂണിറ്റ് പറയുന്നപ്പോഴാണ് ഗ്രാം പെർ ഡെസി ലിറ്റർ ആയിട്ടാണ് എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾക്ക് പല മെത്തേഡ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ സാൻമെറ്റ് ഹീമോഗ്ലോബിൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ എന്താണ് സാലിസ് ഹീമോഗ്ലോബിനോമീറ്റർ ഉണ്ട്. ബ്ലഡ് ബാങ്കിൽ വരുമ്പോൾ എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത്? ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരാളുടെ ബ്ലഡ് ഡോണറിന്റെ ഇത്. കാരണം ടൈം കൺസ്യൂം ആകാൻ പറ്റില്ല. അതിലേക്ക് ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യുക, ബ്ലഡിന്റെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യണം, അത് സഫീഷ്യന്റ് ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് അത് താന്നു വരും. ഇല്ലെങ്കിൽ എന്താ, മുകളിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. സോ ദ ആൻസർ ഈസ് ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഓൾസോ. ഒരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാളെ നമ്മളൊരു ബ്ലഡ് ഡോണറായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അയാളുടെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കാം ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. ഓക്കെ, നൗ വിച്ച് ഈസ് ദ, നമുക്ക് ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണം ചോദിക്കാം, വെർ ഈസ് ദ ഫസ്റ്റ് ബ്ലഡ് ബാങ്ക്? ഈ ലോകത്ത് ആദ്യമായിട്ട്, വേൾഡിൽ ആദ്യം ഉണ്ടാക്കിയ ബ്ലഡ് ബാങ്ക് ചിക്കാഗോയിലായിരുന്നു. കുക്ക് കൗണ്ടി ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ, കുക്ക് കൗണ്ടി ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലില് ആ ഉണ്ടാക്കിയ ആ വ്യക്തിയുടെ, അയാളുടെ പേരാണ്, ഫൗണ്ടറുടെ പേരാണ് ചോദിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. മേ ബി ആസ്പെക്ട്. ഇതില് മോളിസൺ എന്ന് പറഞ്ഞ ആളൊക്കെ ആരാന്നറിയുമോ? ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന്റെ ഫേമസ് ആയ ബുക്കുണ്ട്, അതിന്റെ ഓതറാണ് അദ്ദേഹം. ജെയിംസ് ബ്ലണ്ടൽ ഒട്ടൻബർഗ്, അങ്ങനെ ആൾക്കാരുണ്ട്. എനി ഐഡിയ? ഇവിടെ ആൻസർ പറയുന്നത് ബി ആണ്. ഇവിടെ ആൻസർ ഫാൻഡസ് എന്നാണ് ആ ഒരു സയന്റിസ്റ്റ്, ഡോക്ടറുടെ പേര് എന്ന് പറയുന്നത്.
He was the first person who established the first blood bank in the world, and that was in America, Cook County Hospital, Chicago. ആദ്യമായിട്ട് വന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായത് എവിടെയാണെന്ന് പറഞ്ഞാൽ കൽക്കട്ടയിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മള് ദിസ് ഈസ് ദ ഒക്ടോബർ മന്ത് ആണ്. ഒക്ടോബർ 1 ആയിരുന്നു എന്താ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ് ഒക്ടോബർ 1. ഇത് ആരുടെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ്? ആരുടെ ഓർമ്മതുകളുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്? വില്യം ഹാർവി ആണ് എന്താണ് ആദ്യമായിട്ട് ഇങ്ങനെ സർക്കുലേഷനെ പറ്റി പറഞ്ഞ സയന്റിസ്റ്റ്. ബ്ലഡ് സർക്കുലേഷനെ പറ്റി ആദ്യമായി പറഞ്ഞ ആളാണെന്ന്. വി നോ ഹു ഈസ് കാൾ ഡാൻസ്റ്റിയർ. ഹീസ് ദ ആരായിരുന്നു? ABO ബ്ലഡ് ഗ്ലൂക്കോസ് സിസ്റ്റം ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളാണ് കാൾ ഡാൻസ്റ്റിയർ. ഇവിടെ ഒരു ഇന്ത്യക്കാരനെ ഒരാളുടെ പേരേ ഉള്ളൂ. സോ നമുക്ക് ഈസി ആയിട്ട് ഏറെക്കുറെ പറയാൻ പറ്റും. ഡോക്ടർ JG ജോളി എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ. Is that person? It is the answer. Okay. ഇതൊരു GK-യുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ബാങ്കിന്റെ പണ്ട് എക്സാമിനെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ തന്നെ ചോദിച്ചത് വീണ്ടും. ഓക്കെ. ആൻഡ് വീനർ നമുക്കറിയാം. വീനർ ആരായിരുന്നു? വീനർ ഈസ് എ പേഴ്സൺ. RH ഗ്രൂപ്പിന്റെ ഇത് കണ്ടുപിടിക്കാൻ കൊണ്ടുവന്ന എവിടെയാണ്? RH ആന്റിജൻ. RH ആന്റിജനെ കണ്ടുപിടിച്ചതാരാണ്? വീനർ ആയിരുന്നു അതിന്റെ. The maximum volume of blood collected from a donor should not exceed. ഒരാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് ഡോണറിൽ നിന്ന് എടുക്കുന്ന മാക്സിമം വോളിയം എത്ര കടന്നു പോകാൻ പാടില്ല എന്നാ പറയുന്നത്? അയാളുടെ പെർ കിലോഗ്രാം ബോഡി വെയിറ്റിന്റെ എത്ര ഇതിലും കടന്നു പോകാൻ പാടില്ല. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ABCD എരിപടി ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ എഴുതാമോ? അതിനകത്ത് ആരെങ്കിലും ആൻസർ എഴുതുന്നുണ്ടോ? എനിവൺ പ്ലീസ്, ആരെങ്കിലും ഇതിന്റെ ആൻസർ പറയാമോ? നോ ഐഡിയ. അപ്പൊ ഞാൻ തന്നെ ആൻസർ പറയാം. ദ ആൻസർ ഈസ് A, 10.5 ml per kilogram body weight. ഒരാളുടെ അതിനെ കടന്ന് എന്താണ് ബ്ലഡ് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മാക്സിമം എപ്പോഴും എടുക്കാറുള്ളത്. ബ്ലഡ് ബാങ്കിന്റെ സോളിയം പഠിച്ചിട്ടുണ്ട് നമ്മൾ. എത്രയായിരുന്നു? 450 ml 350 ml കാര്യം പറയാറുണ്ട് അല്ലേ? മാക്സിമം വരുന്നത് 450 ml ആണ് എപ്പോഴും എന്താണ് വരുന്നുള്ളൂ. ആ ബ്ലഡ് ബാങ്കിന്റെ കപ്പാസിറ്റി പറയുന്നുണ്ട്. ആന്റിബയോട്ടിക് സിറപ്പ് അടക്കം എല്ലാം കൂടി വരുമ്പോൾ ടോട്ടൽ എന്താണ് 450 ml എടുക്കാറുള്ളൂ. ഏകദേശം നോക്കുമ്പോൾ ശരിയാണത്. ബ്ലഡ് അയാളുടെ വെയിറ്റ് ഒരു 45 kg ഒക്കെ 50 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള ആളുടെ അപ്പോഴെന്താണ് അതിന്റെ താഴെ വരുന്നുള്ളൂ. അത് ടോട്ടൽ ഒരു 400 ml അത്രയ്ക്കുള്ളത് ബ്ലഡ് എന്താണ് ഒരിക്കലും കളക്ട് ചെയ്യാറില്ല. അതാണ് അതിന്റെ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി. സോ ദ ആൻസർ ഈസ് A, 10.5 ml per kilogram body weight. അപ്പൊ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ദ ബയോകെമിക്കൽ കോമ്പോസിഷൻ ഓഫ് RBC മെംബ്രെയിൻ. RBC മെംബ്രെയിന്റെ ബയോകെമിക്കൽ കോമ്പോസിഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എന്തായിരിക്കും എന്റെ ആൻസർ? എന്തായിരിക്കാം? എനിവൺ പ്ലീസ്, ആരെങ്കിലും ഒന്ന് പറയുമോ? എന്തായിരിക്കും എന്റെ ആൻസർ പറയാൻ പറ്റുക? One person is given the answer of 40% protein and 52% lipid, 8% carbohydrate. Okay. Sir, the answer is C is the correct answer here. Okay. ഇവിടെ sorry, C അല്ല ഇവിടെ ആൻസർ. A is the correct answer. 52% പ്രോട്ടീനും 40% ലിപ്പിഡും ആൻഡ് 8% എന്താണ് കാർബോഹൈഡ്രേറ്റ്സും ആയിരിക്കും എന്തുണ്ടാവുക RBC മെംബ്രെയിന്റെ ആ ഒരു ബയോകെമിക്കൽ കമ്പോസിഷൻ എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് വൈ മോസ്റ്റ് ഓഫ് ദി ആന്റിജൻസ് ആർ ഗ്ലൈക്കോപ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ്. എക്സെപ്ഷൻ ഈസ് എന്തായിരുന്നു? RH ആന്റിജന് മാത്രമേ എന്തില്ല, വിത്തൗട്ട് കാർബോഹൈഡ്രേറ്റ് കമ്പോണന്റ് ഒട്ടും ഇല്ലാത്ത ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? RH ആന്റിജൻ മാത്രമായിരുന്നു. ഗ്ലൈക്കോ ലിപ്പിഡ് ആയിട്ട് വരുന്ന ഒരു ആന്റിജൻ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ദ കിഡ് ആന്റിജൻ ആണ്. കിഡ് ആന്റിജൻ, എനിക്കത് ഓർമ്മയില്ല. കിഡ് ആന്റിജൻ ആണെന്ന് തോന്നുന്നു. ഗ്ലൈക്കോ ലിപ്പിഡ് മാത്രം വരുന്നത്. ആൻഡ് അതർസ് എല്ലാ ആന്റിജൻസും എന്താണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണത്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അറിയാം, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കമ്പോണന്റ് ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഇതാണ് കോപ്പർ സൾഫേറ്റ് ഇൻ ബ്ലഡ് ബാങ്ക് ഈസ് യൂസ്ഡ് ഫോർ ടു സ്ക്രീൻ ഫോർ എന്താണ്? ആന്റിബോഡി ലെവലാണോ, ഹീമോഗ്ലോബിൻ ലെവൽ, HIV പോസിറ്റിവിറ്റി ആണോ, മലേറിയ പോസിറ്റിവിറ്റി ആണോ?
നേരത്തെ നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് അതിന്റെ ആൻസർ കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്താണ്? ഹീമോഗ്ലോബിൻ ലെവല് നോക്കാൻ വേണ്ടിയാണ് അവരവിടെ. അവർ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ. സ്ക്രീൻ തന്നെയാണെന്ന് അറിയാം കേട്ടോ. സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഡീറ്റെയിൽഡ് ടൈം എടുത്ത് ചെയ്യുന്ന ടെസ്റ്റ് അല്ല, ജസ്റ്റ് അയാളുടെ എന്താണ് ഒരു അനീമിക് അല്ല ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം നോക്കുക. ആ HB വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സെപ്റ്റ് റേഞ്ചിലാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ബ്ലഡ് ഡ്രോപ്പ് ഒരു 1 ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റബിൾ ആണ്, എന്ത് ചെയ്യും, ശരിക്കും അത് താന്നു പോകും അതിനകത്തേക്ക്. ഇല്ലെങ്കിലോ പൊങ്ങിക്കിടക്കും അതിനകത്ത്. പൊങ്ങിക്കിടന്നതിനർത്ഥം എന്താണ്, അതിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തില്ല, HB വാല്യൂ അതിനകത്ത് ഇല്ല. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിയെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവുന്നതെന്ന് അറിയാൻ പറ്റും. ഒരു സാധനം ഒഴിക്കുമ്പോൾ എന്താണ് അതിന്റെ വെയിറ്റ് അനുസരിച്ചാണ് താഴ്ന്നു പോകുന്നത്. വെയിറ്റ് കുറവാണ് എന്താണ്, ആ കോപ്പർ സൾഫേറ്റ് നിന്ന് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയേക്കാളും കൂടുതൽ ഇതാണെങ്കിൽ മാത്രം, അത് ഉണ്ടെങ്കിൽ എന്താണ്, ആ ഹീമോഗ്ലോബിൻ വാല്യൂ കൂടുതലുണ്ടെങ്കിൽ അത് താന്നു പോകും. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ 12.5 മേഖലയുള്ള HB വാല്യൂ, ഹീമോഗ്ലോബിൻ വാല്യൂ ആ ഡോണർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, which among the following is the safest source of blood? അതുകൊണ്ട് ഇതെല്ലാം PSCക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ എല്ലാം ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെത്. ഓക്കെ, ആരാണ് സേഫ് ആയിട്ട് ഡോണർ? ഡോണേഴ്സ് പല ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ഡോണർ ഉണ്ട്, റീപ്ലേസ്മെന്റ് ഡോണർ ഉണ്ട്, വോളണ്ടറി നോൺ റിമ്യൂണറേറ്റഡ് ഡോണർ ഉണ്ട്, ഡയറക്റ്റ് ഡോണർ ഉണ്ട്. ഇവിടെ ആരായിരിക്കും? സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഷഹീന പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ് അവിടെ. ബാക്കിയുള്ള ഡോണേഴ്സ്, പ്രൊഫഷണൽ ഡോണേഴ്സിന് എന്താണ്, ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആസ് പെർ ദ ലോ 1982 ഇന്ത്യയിൽ 1982 തന്നെ എന്താണ്, പ്രൊഫഷണൽ ഡോണറിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാൻ പാടില്ല എന്ന് നിയമം വരെയായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഡോണർ ഓക്കെ, ഒരാൾക്ക് ബ്ലഡ് എടുത്തിട്ട് പകരമായി എടുക്കുന്നതാണ്. ബട്ട് എപ്പോഴും എന്താണ്, സേഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എടുത്ത് കൊടുക്കാൻ പറ്റിയ ഡോണർ എന്ന് പറഞ്ഞാൽ വോളണ്ടറി സന്നദ്ധ സേവകരായി എടുക്കുന്ന ആൾക്കാരുടെ ബ്ലഡ്. ഇതാണ് സി ഇസ് ദ ആൻസർ. വോളണ്ടറി ആയിട്ട് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും വാങ്ങാതെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുടെയാണ് ഏറ്റവും സേഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ബ്ലഡ് ഡോണറെ കളക്ട് ചെയ്യുന്ന ഈവൻ നോട്ട് ഓൺലി ദ ബ്ലഡ് ഡോണർ ആൻഡ് ഓൾസോ റെസിപ്പിയന്റ് ഓൾസോ, ബിഫോർ getting any transfusion or receiving the blood, they should be tested for the പല ടെസ്റ്റുകൾക്ക് വിധേയരാണ് സീറോളജിക്കലി, പല അസുഖം ഉണ്ടോന്ന്. അതിൽ ഏതാണ് ഇതിൽ വരാത്ത? ഒരു ഡോണറെ ബ്ലഡ് എടുത്തതിനു ശേഷം ഏത് ടെസ്റ്റാണ് സാധാരണ പെർഫോം ചെയ്യാത്തത്? ഇതിലേതായിരിക്കും? HIV, HIV, സിഫിലിസ് ആൻഡ് ടൈഫോയിഡ്. ഏതായിരിക്കും? ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. താങ്ക് യു, നിങ്ങൾ പറയുന്നതിന്റെ കറക്റ്റ് ആണ്. ടൈഫോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരാളുടെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യം നോക്കാറില്ല. ബാക്കി എന്തൊക്കെ വരുന്നുണ്ട്? HIV-4 അതിനറിയാം, ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഹെപ്പറ്റൈറ്റിസ് വേറെ ഏതാണ്, C ഉണ്ടല്ലോ, സിഫിലിസ് ഉണ്ട്, ട്രിപ്പോണിമ പല്ലിഡം എന്നുള്ള മൈക്രോ ഓർഗാനിസമാണ് ബാക്ടീരിയാണ് കാരണമാവുന്നത്. ഇത് കൂടാതെ വേറെ എന്തൊക്കെ നോക്കാറുണ്ട്? മലേറിയയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് പലപ്പോഴും. മോസ്റ്റ് കോമൺലി ഇതിനകത്ത് വരാറുണ്ട് മലേറിയ ടെസ്റ്റ് ഉണ്ടോ, ഇന്ത്യയിലൊക്കെ പ്രധാനമായിട്ട് നോക്കാറുണ്ട്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്, HIV ടെസ്റ്റ് ബന്ധപ്പെട്ട് നിങ്ങൾ പറയാൻ പറ്റും. നോക്കൂ, ദ ബെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടൂൾ ടു ഡിറ്റക്ട് ദ HIV ഡ്യൂറിംഗ് വിൻഡോ പീരീഡ്. ക്വസ്റ്റ്യൻ എടുത്തോണേ. വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണത്? എന്താ വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി, അതിനെതിരായിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടായി വന്ന് അത് ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യുന്ന ആ ടൈം പീരീഡ് ഡിലേ വരുന്നുണ്ട്. ദാറ്റ് ഡിലേ ഓഫ് ദ ടൈം പീരീഡ് ഈസ് കോൾഡ് ദ വിൻഡോ പീരീഡ്. ആ വിൻഡോ പീരീഡ് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഇത് HIV കാരിയർ ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? ഏതൊക്കെയാണ്? വൈറൽ കൾച്ചർ ആണോ, LEC ആണോ, വെസ്റ്റേൺ ബ്ലോട്ട് ആണോ, RT-PCR ആണോ? കമോൺ എരിവൺ ആൻസർ. നിങ്ങൾ പലരും ആ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും ആൻസർ പറയുക? ഓക്കെ, എരിവൺ ആരെങ്കിലും ആൻസർ പറയുന്നുണ്ടോ? ഏതായിരിക്കും എന്റെ ആൻസർ? വൈറൽ കൾച്ചർ, എലീസ, വെസ്റ്റേൺ ബ്ലോട്ട്, RT-PCR, ഇതിലേതായിരിക്കണം? എലീസ ടെസ്റ്റ് ആയിരിക്കുമോ? വൈറൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ സംഗതിയല്ല, കാരണം അത് ഐസൊലേറ്റ് ചെയ്ത് എടുക്കണം. എലീസ ടെസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ആന്റിബോഡി കണ്ടുപിടിക്കുന്നതല്ലേ?
ആണല്ലോ സിറത്തിനകത്തുള്ള ആന്റിബോഡി കണ്ടുപിടിക്കുക. ആന്റിബോഡി ഡിറ്റക്ഷൻ ഈ പറഞ്ഞ വിൻഡോ പീരീഡ് നടക്കോ? ഇല്ല. വിൻഡോ പീരീഡിലത് എപ്പോഴും വിൻഡോ പീരീഡ് കഴിഞ്ഞ് ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യുന്ന പീരീഡിൽ മാത്രമേ എലിസ ടെസ്റ്റ് കാണുള്ളൂ, അല്ലെങ്കിൽ ഡോട്ട് ടെസ്റ്റ് കാണുള്ളൂ. വെസ്റ്റേൺ ബ്ലോട്ട് ആണെങ്കിലോ, വെസ്റ്റേൺ ബ്ലോട്ട് ഫോർ ദ കൺഫർമേഷൻ ആണ്. ഏത് ഒരാളെ സംബന്ധിച്ച് എലീസ ടെസ്റ്റ് പോസിറ്റീവ് ആയെന്ന് വെച്ചുകൊണ്ട് അയാൾ HIV പോസിറ്റീവ് ആണെന്നില്ല. വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം. എലീസ ടെസ്റ്റ് പല ഫാൾസ് പോസിറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഷുഡ് ബി കൺഫേംഡ് വിത്ത് വെസ്റ്റേൺ ബ്ലോട്ട്. അതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ചെയ്യുന്നത്. അതിന്റെ HIV-യുടെ ആ ഒരു പ്രത്യേക PCR, റിയൽ ടൈം ഷിപ്പിലൊക്കെ പോകുന്നവര് ബിക്കോസ് ഓഫ് ദെയർ അവരുടെ ക്യാരക്ടർ, അവരുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് എന്താണ് അങ്ങനെ വരാനുള്ള ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് ഒഴിവാക്കി വിടുന്ന രീതിയുണ്ട്. കഴിവുതരം ബ്ലഡ് എടുക്കാറില്ല. ഈ വിൻഡോ പീരീഡിൽ ഈ പ്രശ്നം കിടക്കുന്നതുകൊണ്ടും അത് ഡിറ്റക്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സോ ദ RT-PCR is the correct answer in that. Again, another question. വേറെ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിക്കേഷൻ ടെസ്റ്റ് HIV ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഡോണർ ടെസ്റ്റിംഗ് പ്രോട്ടോകോൾ 2 എന്തിനാണ്? പലയിടത്തും അതൊരു പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് അത് പറയുന്നുണ്ട്. ഇതും ചോദിച്ച ചോദ്യമാണ്. എന്തിനായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റിന്റെ സെയിം ഇതവിടെ വന്നിട്ടുണ്ട്. ആ ചോയ്സിനകത്ത് വന്നിട്ടുണ്ടോ? ഇതും ഒരിക്കൽ ചോദിച്ച ചോദ്യമായിരുന്നു. 2023 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2022 ചോദ്യം വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ ആൻസർ പറയുന്നത്? കൺഫേം പ്രശ്നം ആന്റി-HIV ആണോ? ഡിറ്റക്ട് ആന്റിബോഡീസ് ആണ്. അത് എലീസയിൽ വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും ആൻസർ എന്തായിരുന്നു? സി ഈസ് ദ കറക്റ്റ് ആൻസർ. റെഡ്യൂസ് ദ വിൻഡോ പീരീഡ് ടു ഡിറ്റക്ട് ദ വൈറസ് ഏർലിയർ അതർ ദാൻ അവൈലബിൾ ടെസ്റ്റ്. വിൻഡോ പീരീഡിനെ കുറച്ചുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെയും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ ഓൾസോ. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് മാറി. നമ്മൾ പല PSCയുടെ ചില ക്വസ്റ്റ്യൻസ് വരുമെന്ന് നോക്കാം. പല ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്നത് തോന്നും. പക്ഷെ അത് ആ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നേരത്തെ പലപ്പോഴും പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് അവൈലബിൾ ടൈം ഓർത്തിരിക്കണം. കിട്ടുന്ന ടൈം എത്രയാണ്? 45 സെക്കൻഡ് ആണ് കിട്ടുന്ന സമയം. അധികം സമയം കിട്ടാറില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇതിലേക്ക് വരാം. ദ ഇമ്മ്യൂണോ ഡോമിനന്റ് ഷുഗർ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് O. വി നോ ദാറ്റ് ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും അതിന്റെ ഒരു പ്രത്യേകം ഷുഗർ ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെ? ഇവിടെ ഏതായിരുന്നു പറഞ്ഞേ? ഏതാണ് ഇവിടെ ആൻസർ? ഏതായിരിക്കും ഇവിടെ ആൻസർ? L ഫ്രൂക്കോസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. ഇവിടെ എന്താണ്? L ഫ്രൂക്കോസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇമ്മ്യൂണോഡോമിനന്റ് ഷുഗർ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് O. സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതി ചോദിച്ചേക്കണോ? 2022 ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. ദ ഇമ്മ്യൂണോഡോമിനന്റ് ഷുഗർ ഓഫ് H ആന്റിജൻ. എന്തായിരിക്കും ഇവിടെ ആൻസർ? എന്തായിരിക്കും ആൻസർ? ഡീഗാൽറ്റോസമീൻ എവിടെയാ വരുന്നത്? B ബ്ലഡ് ഗ്രൂപ്പിലാണ്. ബ്ലഡ് B ആന്റിജനിൽ വരുന്നതാണ്. B ആന്റിജൻ ആണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ഡീഗാലക്ടോസമീൻ അതിന്റെ സ്പെസിഫിക് ആയിട്ട് വരുന്നത്. ഗലക്ടോസൈൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്തിൽ വരുന്നത്? A ഗ്രൂപ്പിനകത്ത് വരുന്നത്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഇമ്മ്യൂണോഡോമിനന്റ് ഷുഗർ ഓഫ് H ആന്റിജൻ. എന്തായിരിക്കും ഇവിടെ ആൻസർ? ഈ H ആന്റിജൻ തന്നെയല്ലേ ബ്ലഡ് ഗ്രൂപ്പ് O ഉണ്ടാവുക? കാരണം H ആന്റിജൻ അതിനകത്തേക്ക് വീണ്ടും മറ്റ് ചില എൻസൈംസ്, ആൽഫ ഗലക്ടോസൈഡ് ട്രാൻസ്ഫറേസ് എൻസൈം, ദാറ്റ് എൻസൈം എന്താണ്? ഗാലക്ടൈഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന അസറ്റൈൽ ഗാലക്ടൈസ് എന്ന് പറഞ്ഞ ആ ഒരു ഷുഗറിനെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? A ആന്റിജൻ ഉണ്ടാവുന്നത്. അതുപോലെ ഗാലക്ടോസ് അമിനൈൽ ട്രാൻസ്ഫറേസ് എന്ന എൻസൈം, ആ ബി ജീനിന്റെ ജീൻ എൻകോഡ് ചെയ്യുന്ന ആ ഒരു എൻസൈമാണ് എന്ത്? ഗാലക്ടോസൈൽ അമിനൈൽ ട്രാൻസ്ഫറേസ്. ആ ട്രാൻസ്ഫറേസ് എൻസൈമാണ് എന്ത് ചെയ്യുന്നത്? ഗാലക്ടോസിനെ ഇതിലേക്ക് മാറ്റുന്നത്. സോറി, ഇത് പറഞ്ഞൊരു തെറ്റുണ്ടേ. ഗാലക്ടോസ് അമിനൈൽ ഗാലക്ടോസ് ആണ്. ഗലക്ടോസൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആരാണ് എൻകോഡ് ചെയ്യുന്നത്? B ജീനാണ് എൻകോഡ് ചെയ്യുന്നത്. ആ എൻകോഡ് ചെയ്യുന്ന ആ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗാലക്ടോസിനെ എന്തിലേക്ക് ആഡ് ചെയ്യും? H ഗ്രൂപ്പിലേക്ക്, H ആന്റിജനിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്?
നേരത്തെ പറഞ്ഞ പോലെ ബി ആന്റിജനായിട്ട് മാറുന്നത്. അതേപോലെ തന്നെയാണ് എയുടെ കേസ് പറഞ്ഞത്. എൻ ഗാലക്ടോസൈൽ ട്രാൻസ്ഫറേസ് എൻസൈം എന്ത് ചെയ്യും? എൻ ഗാലക്ടോസ് അമിനോ എന്ന് പറഞ്ഞ ആ ഒരു ഷുഗറിനെ എ ആന്റിജനിലേക്ക് എച്ച് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, എച്ച് സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എച്ച് ആന്റിജൻ എന്തായി മാറും? എ ആന്റിജനായിട്ട് മാറും. സോ ദ ആൻസർ ഈസ് ഇവിടെ എന്താണ്? ഓ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ ഒന്നും ഉണ്ടാകത്തില്ല. എ ജീനോ ബി ജീനോ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും കാണുന്നത് എന്ത് തന്നെയാ? ആ ബി തന്നെയാണ് ഇവിടെയും ആൻസർ. എൽ ഫൂക്കോസ് എന്നുള്ള ഈ ആൻസർ ഇല്ലേ, ഇത് തന്നെയാണ് ഇവിടെയും ആൻസർ ആയിട്ട് വരുന്നത്. ദ ഇമ്മ്യൂണോ ഡോമിനന്റ് ഷുഗർ ഓഫ് എച്ച് ആന്റിജൻ. ഇമ്മ്യൂണോ ഡോമിനന്റ് ആ വാക്ക് പറയുന്നുണ്ടോ? ഓരോന്നിന്റെയും പ്രത്യേകമായിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റി, അതിന്റെ പ്രത്യേകമായിട്ട് ആ ഇമ്മ്യൂൺ ക്യാരക്ടർ, എ ആന്റിജന്റെ, ബി ആന്റിജന്റേതായിട്ടുള്ള ഇത്, അതുപോലെ എച്ച് ആന്റിജന്റേതായ പ്രത്യേക ക്യാരക്ടർ കൊടുക്കുന്ന ആ ഒരു സ്വഭാവം കൊടുക്കുന്ന ആ ഒരു പ്രത്യേകം എന്തുണ്ടായിരിക്കും? ആ പ്രീകഴ്സർ സബ്സ്റ്റൻസിലേക്ക് ഒരു പ്രീകഴ്സർ സബ്സ്റ്റൻസ് ഉണ്ട്. അതിലേക്ക് എന്താണ് ആദ്യം ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ് ഉണ്ട്. ഇത് ഏതാണ്? എച്ച് ജീനാണ് ആഡ് ചെയ്യുന്നത്. എച്ച് ജീൻ എന്ത് ചെയ്യും? ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ എൽ ഫ്യൂക്കോസിനെ ആഡ് ചെയ്ത എന്തായി മാറുന്നു? എച്ച് ആന്റിജനായി മാറുന്നു. ബ്ലഡ് ഗ്രൂപ്പ് എക്കകത്ത്, എ പേഴ്സണിനകത്ത് എന്തുണ്ട്? എ ജീൻ ഉണ്ടാവും. ദാറ്റ് എ ജീൻ ഏത് എൻസൈമിനെയാണ് എൻകോഡ് ചെയ്യുന്നത്? ഗാലക്ടോസൈൽ അമൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈമിനെ എൻകോഡ് ചെയ്യുന്നു. അപ്പൊ ആ എൻകോഡ് ചെയ്യുന്ന എൻസൈം എന്താണ്? ആ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണോഡോമിനന്റ് ഷുഗറിനെ എന്ത് ചെയ്യും? എച്ച് ആന്റിജനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് എ ആന്റിജനായിട്ട് മാറുന്നു. ഇതേ സംഗതി ബി ആന്റിജൻസിലേക്ക് വരാം. ബി ജീൻ ആണെങ്കിലോ, ബി ഗ്രൂപ്പ് ഉള്ള അയാൾക്ക് ബി ജീൻ ഉണ്ടാകും. ആ ബി ജീൻ എന്താണ് ചെയ്യുന്നത്? അയാൾക്ക് എന്താണ്? എച്ച് ആന്റിജനും കൂടും. അത് കൂടാതെ എന്താണ്? എച്ച് ജീനും ഉണ്ടായിരിക്കും. ഈ എച്ച് ആന്റിജൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജീൻ എന്താണ് ചെയ്യുന്നത്? ഡി ഗാലക്ടോസൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ടാകും ബി ജീനിന്. ആ ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ജീൻ എൻകോഡ് ചെയ്യുന്ന എൻസൈംസ് ഗാലക്ടോസിനെ എന്ത് ചെയ്യും? എച്ച് ആന്റിജനിലേക്ക്, സബ്സ്റ്റൻസിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായി മാറിയത്? ബി ആന്റിജനായിട്ട് മാറി. നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യത്തെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതാണത്. ഓക്കെ, സോ ഓൾ ദീസ് ജീൻസ്, എച്ച് ജീനാകട്ടെ, എ ജീനാകട്ടെ, ബി ജീനാകട്ടെ, എന്താണ് ചെയ്യുന്നത്? ഇറ്റ് എൻകോഡ് ഫോർ ദ സ്പെസിഫിക് ട്രാൻസ്ഫറേസ് എൻസൈം ഫോർ ദ സ്പെസിഫിc immunodominant sugar that add to the precursor substance, thereby forming the H antigen and the A antigen and B antigen. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇവിടെ വന്ന ആ ഒരു എൻസൈമിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു അത്? ഗ്ലൈക്കോസൈൽ ട്രാൻസ്ഫറേസ്. അതിനെ കോമൺ പേരായിട്ട് പറയാം. ഓരോന്നിനും അതിൻ്റെ പറയാം. ബിയുടെ ഇതിലാകുമ്പോൾ എന്താണ് പറയുന്നത്? ഗാലക്ടോസൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയും. എയുടെ കേസിലാണെങ്കിൽ എൻ അസറ്റൈൽ ഗാലക്ടോസ് ട്രാൻസ്ഫറേസ് എന്ന് പറയും. ആ രീതിയിലാണ് പറയുന്നത്. എച്ചിന്റെ ഇതിലാണെങ്കിൽ എന്തായിരുന്നു? എച്ച് ജീൻ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ് എന്ന് ഇതിനെ കണ്ടോ. എയും ബിയിലോട്ട് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി മുമ്പ് നമ്മളെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിച്ച് വീണ്ടും വെച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം എന്തായിരുന്നു? മോസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ആർ ഇൻഹെറിറ്റഡ് ആസ് സെക്സ് ലിങ്ക്ഡ് ആണോ, ഓട്ടോസോം റിസസീവ് ആണോ, ഓട്ടോസോം കോഡോമിനന്റ് ആണോ, സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടാണോ അതിനെ ഇൻഹെറിറ്റ് ചെയ്ത് കാണിക്കുന്ന വരുന്നത്? നമുക്കറിയാം, ഇൻഹെറിറ്റൻസ് വരുന്നത് പലപ്പോഴും സെക്സ് ക്രോമസോമായി ബന്ധപ്പെട്ട് വരാം, അല്ലെങ്കിൽ ഓട്ടോസോമൽ ക്രോമസോമായി ബന്ധപ്പെട്ടായിരിക്കാം. അതിൽ തന്നെ ഡോമിനന്റ് ടൈപ്പ് ഉണ്ട്, റിസസീവ് ടൈപ്പ് ഉണ്ട്. ഡോമിനന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിനെ മാത്രം പ്രകടമായി എടുത്ത് ഡോമിനേറ്റ് ചെയ്ത് കാണിക്കുക, ആ രീതി പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഹൈറ്റ് കാണിക്കുകയാണെങ്കിൽ, ടോൾ ആണെങ്കിൽ എന്താണ് പറയാറില്ലേ? ടോൾ, ഇത് ഡോമിനന്റ് ചെയ്തായിരിക്കും, ഇതെന്താ റിസസീവ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നാൽ എന്താണ്? ഇത് ഡോമിനന്റ് ആയിട്ട് വന്നു, ഇവിടെ ഇത് വന്നാൽ എന്താ? റിസസീവ് ആയിട്ടുള്ള ഇതിനെ വന്നു, ഇത് പറയാറുണ്ട്. എന്നതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് എ, ബി, ഈ എച്ച് ആന്റിജൻസ് പറയുന്നില്ലേ, ഈ ജീൻസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓട്ടോസോമൽ റിസസീവ് ആയിട്ടാണോ? യാ, ഷഹീന, യു ഹാവ് ഗിവൻ ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് ദ ഓട്ടോസോമൽ കോഡോമിനന്റ് ആണ്. എന്താണ് നമുക്ക് മനസ്സിലായി? ഒന്നുകൂടി അത് വ്യക്തമാക്കി തരാം. അത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ള ആൾക്കാന്ന് വെക്കുക. സപ്പോസ് എ ബ്ലഡ് ഗ്രൂപ്പ് എ പേഴ്സൺ, അയാൾക്ക് എന്തൊക്കെ ആന്റിജൻ ഉണ്ടായിരിക്കാം? എയും കാണും, ഓയും കാണും അയാളുടെ അതിനകത്ത്. എന്താണ് കാണുന്നത്? ഇങ്ങനെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഉള്ള ആൾക്ക്, അയാൾക്ക് എന്തുണ്ട്? എയും കാണും, ബിയും കാണും. ഇവിടെ രണ്ടും എന്താണ്? എക്സ്പ്രസ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കോഡ് ഡോമിനന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഇത് പറയുന്നത്? ഈ രണ്ടും വരാറുണ്ട്, എയും ഓയും വരും. എ വന്നാൽ എന്തായിരിക്കും?
എ ആയിട്ടാണ് കാണപ്പെടുള്ളൂ. പക്ഷെ എന്താണ്, ഇതിനെ സപ്രസ് ചെയ്യുന്നില്ല. ഈ ഒ ആന്റിജനും കൂടി എന്താണ്, അതിന്റെ കൂടെ അയാളുടെ ഫിനോടൈപ്പിക്കലി അല്ലെങ്കിൽ ജീനോടൈപ്പിക്കലി അയാൾക്ക് ഉണ്ടായിരിക്കും. ഇത് തന്നെ ബിക്കും ഉണ്ടാവുന്നത്. ഇവിടെ റെസസീവ് ആയിട്ടുള്ള പരസ്പരം എന്താണ്, ഓട്ടോസോമൽ കോഡോമിനന്റ് ആണ് ഇതിന്റെ ഇത്. ഇനി ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് മെയിൻ പോയിന്റ്സ് മാത്രമേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുള്ളൂ. ഐ ഹോപ്പ് യു ആർ, നിങ്ങൾ ഫോളോ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട്. കാരണം തിയറി ക്ലാസ് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇതൊരു റിഫ്രഷ്മെന്റ് കൂടിയാണ് ഇതിന്റെ. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട PSC ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇതല്ലാതെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വേറെ കുറേ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് കുറേ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇതിനകത്ത് പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി ബോത്ത് പാരന്റ്സ് ആർ ഗ്രൂപ്പ് AB. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ പോസിബിൾ ഇൻ ഓഫ് സ്പ്രിംഗ്? എന്തായിരിക്കും ആൻസർ? അതായത് അച്ഛനും അമ്മയും എന്താണ്, AB ആന്ന് പറഞ്ഞു. എന്തൊക്കെയുണ്ടായിരിക്കാം? യെസ്, എവരിവൺ ഈസ് കറക്റ്റ്. ഓൾ ആർ പോസിബിൾ. എല്ലാം കറക്റ്റ് ആണ്. കാരണം എന്താണ്, A ഉണ്ടാവും, B ഉണ്ടാവും. ഇപ്പൊ ഒരാൾക്ക് എന്താണ് OB, അച്ഛനും രണ്ടുണ്ട്, അമ്മയ്ക്കും എന്തുണ്ട്, Aയും Bയും ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ടാവത്തില്ലേ? ഇങ്ങനെ വന്ന് A വരാം, B വരാം, ഈ പറഞ്ഞ AB ഉണ്ടാകാം. സോ ഓൾ ആർ പോസിബിൾ. ആ ഓഫ് സ്പ്രിങ്സിലെ കുട്ടികൾക്ക് എന്തുണ്ടാകാം? A ആകാം, B ആകാം, AB ആകാം. ഇത് മൂന്നാകാം. പക്ഷെ എക്സെപ്ഷൻ എന്തില്ല, O മാത്രം ഉണ്ടാവുകയില്ല. അത്രേ ഉള്ള വ്യത്യാസം. ഓക്കെ, ഇനി A ബ്ലഡ് ഗ്രൂപ്പ് ഫാദർ ആൻഡ് B ബ്ലഡ് ഗ്രൂപ്പ് ഫാദർ കുഡ് ഹാവ് ചിൽഡ്രൻ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ്. ഏതായിരിക്കും ഉണ്ടാവുക എന്നാണ് വയ്ക്കുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അച്ഛൻ A, അമ്മ B. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്? യെസ്, രാജശ്രീ, യു ആർ കറക്റ്റ്. ആൻസർ ഈസ് വെരി കറക്റ്റ്. A, AB, BO. എങ്ങനെ പറയാൻ കാരണം, ഇപ്പൊ A ഗ്രൂപ്പുകാർ എന്താണ്, നേരത്തെ പറഞ്ഞാലേ Aയും കാണും, Oയും കാണും. ഇതേ സംഗതി എന്താണ്, B ഗ്രൂപ്പ് അമ്മയ്ക്ക് എന്തായിരിക്കാം, B ഉണ്ട്, Oയും ഉണ്ട്. അവിടെ ഈ പറയുന്ന എല്ലാം വരും. അവിടെ AB വന്നില്ലേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ A ഗ്രൂപ്പ് ഇവിടെ ആയിരുന്നില്ലേ, ഇവിടെ ഒന്ന് O ഒന്ന് വരും. ഈ രണ്ടും കൂടി ചേർന്ന് എന്തായി മാറി, ABയും വരും. ഇത് രണ്ടിനും അവിടെ പോസിബിലിറ്റി ഉണ്ടെന്നർത്ഥം. സോ എല്ലാ ബ്ലഡ് ഗ്രൂപ്പും എന്താണ്, ആ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞ Aയോ Bയോ ABയോ Oയോ ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കൃത്യമായിട്ട്. ഇനി ദ ലൈസൻസ് ഓഫ് ബ്ലഡ് ബാങ്ക് ഈസ് ഗിവൺ. ആരാണ് നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ലൈസൻസ് കൊടുക്കാറുള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. വൈ ദ ബ്ലഡ് ബാങ്ക് നീഡ് ദ ലൈസൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം. കാരണം സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോളിലാണ് കൊടുക്കുന്നത്. കാരണം പ്രിസർവേറ്റീവ്, ഒരു ആന്റികോയാഗുലന്റ് പ്ലസ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് എഴുതുമ്പോൾ എന്താണ്, നൗ ഇറ്റ് ബിക്കംസ് ദ ഡ്രഗ് ആയി മാറും. സോ ഇറ്റ് നീഡ് ദ ലൈസൻസ് ഫ്രം ദ ഡ്രഗ് കൺട്രോൾസ്. അതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകമായ ബ്ലഡ് ബാങ്ക് ലൈസൻസ് വേണമെന്ന് പറയുന്നതും. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ്. അതാത് സ്റ്റേറ്റുകളുടെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കേണ്ടത്. മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റോ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ കൗൺസിലോ ഒന്നും അല്ലാതെ. ഓക്കെ, ഒരു AB ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ ഇതിനകത്ത് AB ബ്ലഡ് ഗ്രൂപ്പിൽ എന്തുണ്ട്, നമുക്കറിയാം. A ആന്റിജൻ ഉണ്ട്, B ആന്റിജൻ ഉണ്ട്. ആൻഡ് നൈദർ, അതിനെന്തില്ല, Aയോ Bയോ യാതൊരുള്ള ആന്റിബോഡി ഇല്ല. ഏത് ആന്റിജൻ ആയിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുക? കൂടുതൽ കാണപ്പെടുന്ന ആന്റിജൻ ഏതാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചോദ്യം. ഒരു നോർമൽ AB ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ ഇതില് ഏറ്റവും കൂടുതൽ A ആന്റിജനിലോ B ആന്റിജനിലോ ഏതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക? ഏതായിരിക്കും? സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഏതായിരിക്കാം ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? A ആന്റിജൻ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്, B അല്ല കേട്ടോ. A ആന്റിജൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് സാധാരണ കൂടുതൽ കാണപ്പെടുന്നത്, B ആന്റിജൻ അല്ല.